ഹലോ ചങ്ങായിമാരെ, ഇന്ന് നമുക്ക് നല്ല അടിപൊളി തക്കാരത്തിന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ഐറ്റംസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി. അപ്പം ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2-2.5 കപ്പ് ഉണ്ടാവും. അതിലേക്ക് 1 കപ്പ് ചോറ്, പിന്നെ 2 കപ്പ് 2-2.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ എത്ര കൂട്ടുന്ന അത്രയും ടേസ്റ്റ് കൂടും. ചോറ് പിന്നെ കുറച്ച് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചോറ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ചോറിന് പകരമായിട്ട് 1 കപ്പും കൂടി തേങ്ങ തന്നെ ഇട്ടാൽ മതി. തേങ്ങ നമുക്ക് നല്ല സോഫ്റ്റും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും നമ്മളപ്പത്തിന്. അപ്പോൾ ഞാൻ 2-2.5 കപ്പ് തേങ്ങ ഇടുന്നുണ്ട് ഈ ഒരു കൂട്ടിലേക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ ഈസ്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് പറ്റിപ്പോകുന്നതാണ് ഈ ഒരു ചെറിയ ചെറിയ ബോൾസ് പോലെയുള്ള ഈസ്റ്റ് ഇല്ലേ, ഇത് ഞാനിത് മിക്സ് ചെയ്ത് ചെറിയ ചൂടുപാലിൽ ഇളം ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് നല്ല പുതിയ തന്നെ ആയിരിക്കും, ഡേറ്റ് ഒന്നും കഴിയാത്ത നല്ല പുതിയ സാധനം തന്നെ ആയാലും അത് ഫെർമെൻ്റ് ആയിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാവില്ല. ചില സമയത്ത് ഞാൻ പിസ്സയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് കഴിഞ്ഞാൽ പൊങ്ങാതെ അങ്ങനെ നിന്നിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ, ഇത് പൊടി പോലെ തന്നെ ഉണ്ടാവും. അത് ജസ്റ്റ് നമുക്കൊന്ന് നമ്മൾ ഏതിലാണ് ആഡ് ചെയ്യേണ്ടത് അത് ഡയറക്റ്റായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരും, നല്ല പൊങ്ങി വരും മാവ്. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊടി പോലുള്ളതാണ്, ഈ ബോൾ പോലെയുള്ളത്. എനിക്കത് എപ്പം ഫെയിലറാവില്ലാന്ന്. അപ്പം ഞാൻ ഈ ഒരു ഇത് തന്നെയാണ് വാങ്ങൽ. ഇനി നമുക്ക് ഇതൊന്നും വേണ്ട, ഈസ്റ്റ് ഇതൊന്നും ഇല്ലാതെ തന്നെ നാച്ചുറലായിട്ട് ഇല്ല നമ്മളെ കോക്കനട്ടിൻ്റെ വെള്ളം ഉണ്ടല്ലോ, തേങ്ങാവെള്ളം നമുക്ക് ഒരു തേങ്ങയിൽ നിന്ന് എത്ര കിട്ടുന്നത് അതങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല പൊങ്ങി വരും നമ്മളെ മാവ്, ഈ വെള്ളപ്പത്തിൻ്റെ എല്ലാം മാവ് പൊങ്ങും പോലെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതിലൊരു 10 ഗ്രാമാന്ന് തോന്നുന്നില്ലത്, ആ ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട്, ഉപ്പും പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ അപ്പം നമ്മളെ വെറൈറ്റി കണ്ണൂരപ്പം ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളപ്പച്ചട്ടിയിലും വേണമെങ്കിൽ ചൂടാം. എല്ലാം നമുക്ക് ഈ ഒരു ഷേപ്പാണ്, പരന്നിട്ടുള്ള ഷേപ്പാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചൂടാം. നമുക്കൊരു 2 തവിയിൽ കോരി ഒഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കൊന്നും വേണ്ട, പരത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിന് ചെറിയൊരു തിക്നെസ് വേണം. എന്നിട്ട് മേലെ നമുക്ക് മല്ലിയിലയും പിന്നെ ക്യാരറ്റും ആണ് ഞാൻ ഇടുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഈ 2 കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ്. ബീട്രൂട്ട് ചീവിയിട്ട് വേണമെങ്കിൽ അതിടാം, എന്തും ഇടാം, പക്ഷേ ഈ ഒരു 2 കോമ്പിനേഷൻ ഭയങ്കര ഒരു ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ജസ്റ്റ് ഒരു 3 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മളെ അപ്പം റെഡിയായി. ഇനി നമ്മളെ നെക്സ്റ്റ് റെസിപ്പി, നമ്മൾ ഈ തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടൂലേ, നമ്മൾ മുട്ട സെർക്ക എന്നെല്ലാം പറയും, പിന്നെ മുട്ടപ്പത്തിൽ അങ്ങനെയെല്ലാം പറയും. പക്ഷേ ഇതിൽ മുട്ടയൊന്നുമില്ല. ഓരോ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കും ഇത് ചൂടൽ. നമ്മളെ തട്ടുകടയിൽ നിന്നെല്ലാം നമുക്ക് അപ്പം മിക്സിൻ്റെ കൂടെ ഒരു അപ്പം കിട്ടും, നല്ല ടേസ്റ്റാണത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ഇല്ല. ആ അപ്പത്തിന് വെറും 2 ഇൻഗ്രീഡിയൻറ്റേ വേണ്ടൂ. പച്ചരി ഞാനൊരു 2 കപ്പ് എടുത്തിന്. അപ്പോൾ 2 കപ്പ് തന്നെ തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് അരച്ചതാണ്, കുറച്ച് ഉപ്പ് ഇട്ടിട്ട്. അത് അരക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് 1/2 ഗ്ലാസ് മാത്രം വെള്ളം യൂസ് ചെയ്തിട്ടാണ് അരച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൗണ്ടിലുള്ള ഷേപ്പ് കിട്ടൂല, ഒരുമാതിരി ഒരു ഭൂഖണ്ഡത്തിൻ്റെ എല്ലാം ഷേപ്പ് വരും. അപ്പം ആ ഒരു തിക്നെസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കഴിക്കാനെല്ലാം നല്ല തട്ടുകടയിൽ അതേ സ്റ്റൈലില്ല. അപ്പം ഞാൻ ആ പച്ചരിയും ഇതും അരക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നു. അപ്പോൾ ഇതും നമുക്ക് വേറൊരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നമ്മളെ നല്ല ബീഫിൻ്റെ
മുളകിട്ട നല്ല റോസ്റ്റ് പോലെയുള്ള കറിയും അല്ലെങ്കിൽ റോസ്റ്റോ കറിയോ ഇതെല്ലാം നമ്മൾ ഈ അപ്പത്തിന്, ഈ രണ്ടപ്പത്തിനും ബീഫ് റോസ്റ്റ്, ബീഫ് കറി, ചിക്കൻ കറി അതെല്ലാം തന്നെ കോമ്പിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല ബീഫിൻ്റെ എല്ലാം കൂടെ നമുക്ക് തക്കാരെല്ലാം വരുന്ന സമയത്ത് ഈ രണ്ട് ഐറ്റം കൂടി വിളമ്പുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, ഒരു വെറൈറ്റി ആയിരിക്കും അല്ലേ.